എല്ലാവർക്കും അറിയാം ഡയമണ്ടുകൾ മഴയായി പെയ്യുന്ന രണ്ട് ഗ്രഹങ്ങളാണ് ജൂപ്പിറ്ററും സാറ്റേണും എന്ന്. പക്ഷെ അവിടെ ഡയമണ്ടുകൾ എങ്ങനെയാണ് മഴയായി പെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനു മുന്നേ കോടീശ്വരനാ നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ജൂപ്പിറ്റർ, സാറ്റേൺ എന്നീ രണ്ട് ഗ്രഹങ്ങളുടെ അറ്റ്മോസ്ഫിയറിൽ മീത്തേൻ വാതകം വളരെ കൂടുതലാണ്. വൈദ്യുതിയും പ്രകാശം കൊണ്ട് അത് കാർബൺ ആയിട്ട് മാറും. ഈ രണ്ട് ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണം കൊണ്ട് കാർബണ് താഴേക്ക് വീഴാണ് ചെയ്യുന്നത്. ഈ രണ്ട് ഗ്രഹങ്ങളിൽ 1,00,000 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് ഉള്ളത്. അതായത് നമ്മളുടെ ഭൂമിയിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ 40,000 ഇരട്ടിയാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഈ ഭീകരമായ പ്രഷറും അതിനേക്കാൾ ഭീകരമായ ചൂടും കൊണ്ട് കാർബണുകൾ ക്രിസ്റ്റലായി മാറി ഡയമണ്ട് ആയിട്ട് അത് താഴേക്ക് വീണു. ഇതുകൊണ്ടാണ് ജൂപ്പിറ്ററിലും സാറ്റേണിലും മഴ പെയ്യുമ്പോൾ വെള്ളത്തിന് പകരം ഡയമണ്ട് ആണ് താഴേക്ക് വീണത് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോവോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.